നമസ്തേ. ഡബിൾ ബാരല് ഇന്ന് ചെറിയൊരു വിഷയവുമായിട്ട് നിങ്ങളെ മുന്നിൽ വരിക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഞങ്ങളെ സഹായിക്കണം എന്ന് ഒന്ന് അഭ്യർത്ഥിക്കട്ടെ. ഏതായാലും ഇന്നത്തെ വീഡിയോ നമ്മുടെ നാട്ടിലെ നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു പുതിയ പ്രേമത്തെ പറ്റിയാണ്. പ്രതിപക്ഷ നേതാവിന് ഇപ്പൊ പെട്ടെന്നുണ്ടായ ഒരു ചെറിയൊരു പ്രേമുണ്ട്. നാട്ടിലെ SC ST OBC എന്നുള്ള വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരോടൊക്കെ പെട്ടെന്നൊരു പ്രേമം. ഇപ്പൊ അവർക്ക് എന്ത് കിട്ടിയാലും അതിൽ OBC ഉണ്ടോ, അതില് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരുണ്ടോ, അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് വരുന്ന ഒരു പുതിയ സ്ഥിതിവിശേഷം നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മളെ ബഡ്ജറ്റിന്റെ അതിന് ശേഷം തുടങ്ങിയതാണ്. ആ ബഡ്ജറ്റ് അവതരണ സമയത്ത് ആ അലുവ മുറിക്കുന്ന ആ സ്ഥലത്ത് OBC ഉണ്ടോ എന്നാണ് ചോദിച്ചത്. അവിടെ SC ST ഉണ്ടോ എന്ന് ചോദിച്ചു. എന്താണ് ഇങ്ങനെ ഒരു പെട്ടെന്നൊരു പ്രേമം വന്നത് എന്നുള്ളത് മനസ്സിലാകുന്നില്ല. ഭയങ്കര തമാശയായിട്ട് തോന്നുന്ന ഒരു സംഗതിയാണ്. ഇയാൾക്ക് പെട്ടെന്ന് വരികയാണ് ഇങ്ങനെ ഒരു കാര്യം. പിന്നെ കഴിഞ്ഞ ദിവസം ഒരു സൗന്ദര്യ മത്സരം ഉണ്ടായി. മിസ് ഇന്ത്യ മത്സരം എന്തോ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ സ്ഥലത്ത് അവിടെയും ചോദിക്കുന്നത് ആ സൗന്ദര്യ മത്സരത്തില് പിന്നെ മത്സരിക്കുവാൻ വേണ്ടി OBCക്കും SC STക്കും ഒക്കെ സംവരണം വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. സൗന്ദര്യത്തിൽ എന്ത് സംവരണമാണ് ഉണ്ടാകുക മനസ്സിലാവുന്നില്ല. ഓരോ മനുഷ്യനും അതിപ്പോ ഏത് ജാതി, ഏത് മതത്തിൽ, എങ്ങനെ, എന്തിൽ ആകട്ടെ, എവിടെ ജനിച്ചതാകട്ടെ, ഭാരതത്തിൽ ജനിച്ചവര് മിസ് ഇന്ത്യ കോമ്പറ്റീഷനിൽ പോകുന്നു. അത് ആദിവാസി ആയാലെന്ത്, അത് നായരായാലെന്ത്, ബ്രാഹ്മണനായാലെന്ത്, ആര് വേണമെങ്കിലാകട്ടെ, സൗന്ദര്യം ഉണ്ടെങ്കിൽ ആ കോമ്പറ്റീഷനിൽ എന്തൊക്കെയാണ് അവിടുത്തെ ചോദ്യങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിന്റെ ഓരോ പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയറിലൊക്കെ വിജയിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അവരെ ഏത് വിഭാഗത്തിൽ പെട്ടതാണെങ്കിലും വിജയിച്ചു വരും. ഇയാൾക്ക് അതിനെപ്പറ്റി വിവരമില്ല എന്ന് വിചാരിച്ചപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക്. ഇയാൾക്ക് അവിടെ ചോദിക്കുകയാണ്. എന്തൊരു സംഗതിക്കും ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ഈ ചോദിക്കുന്നതിന്റെ കാരണമൊക്കെ ഒന്നുണ്ട്. ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാജ്യത്തില് അവരുടെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. BJPയുടെ ഒരു കൺസെപ്റ്റില് ഹിന്ദു എന്ന കൺസെപ്റ്റ്, അത് SC ആയിക്കോട്ടെ, ST ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബ്രാഹ്മണനായിക്കോട്ടെ, അല്ലെങ്കിൽ OBC ആകട്ടെ, ആരുമാകട്ടെ, ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട എല്ലാവരെയും ഹിന്ദു എന്ന് വിളിക്കാൻ വേണ്ടിയാണ് RSS ആയാലും BJP ആയാലും ശ്രമിക്കുന്നതും രാജ്യത്തിന്റെ ഒരു കൺസെപ്റ്റ് അതിലേക്ക് കൊണ്ടുവരണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് BJPയും RSSും എത്രയോ വർഷങ്ങളായിട്ടുള്ള പ്രവർത്തനം. അപ്പൊ അതിനെയൊക്കെ ഒന്ന് പൊളിച്ചടക്കണം എന്നുള്ള ഒരാഗ്രഹം കൊണ്ട്, കാരണം ഈ ഹിന്ദുത്വ വിചാരത്തോടു കൂടി ജനങ്ങൾ മുന്നോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിഘടിപ്പിച്ച് നിർത്തിക്കൊണ്ട് ഭരിച്ചു മുന്നോട്ട് പോയ കോൺഗ്രസ്സുകാർക്ക് ഇനി ഭരണം ഒരിക്കലും സ്വപ്നം കാണാൻ പറ്റില്ല എന്നുള്ളതിന്റെ ഒരു തെളിവാണത്. അതുകൊണ്ട് മാത്രമാണ്, അതിനു വേണ്ടിയാണ് ഈ പ്രയത്നിക്കുന്നത്. ഇതിനൊക്കെ വേണ്ടി ഇങ്ങനെയുള്ള വിഘടനവാദത്തെ പറ്റി അവരെ ചിന്തിപ്പിക്കുന്ന, ഇയാൾക്ക് മതമൊന്നും ഇല്ലാത്ത ഇയാൾക്ക് തന്നെ അറിയില്ല ഇയാളെ ജാതി ഏതാന്ന്. പ്രതിപക്ഷ നേതാവിനോട് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ എണീച്ചിട്ട് വേറൊരു MP ചോദിച്ചപ്പോ മേലോട്ട് നോക്കി നിന്ന ആളാണ്. അയാൾ എന്തിലാ ജനിച്ചതെന്നില്ലത് അറിയില്ല. ആൾക്കാരെന്തൊക്കെയോ പറയുന്നുണ്ട്, അമ്മമ്മയും മറ്റേ കാശ്മീരി മുസ്ലിമുകളാണെന്ന് പറയുന്നത് കേൾക്കുന്നു. അതിനെപ്പറ്റി എനിക്ക് വലിയ വിവരമില്ല. ആണെന്ന് പറയുന്നത് കേൾക്കുന്നു. അത് കഴിഞ്ഞിട്ട് അച്ഛൻ പിന്നെ ഗാന്ധിയാണ്, അതെങ്ങനെയോ പാർസി എന്തൊക്കെയോ ആണെന്ന് പറയുന്നു. അതിനെ മാറ്റി ഗാന്ധി ആക്കുന്നു. അത് കഴിഞ്ഞ് ഈ ഗാന്ധി കല്യാണം കഴിക്കുന്നത് ഒരു ഇറ്റലിക്കാരത്തീനെ. അപ്പൊ അവിടെ ഒരു ക്രിസ്ത്യാനി വരുന്നു, വേഷം കെട്ടി മുഴുവൻ നടക്കുന്നത് ഒരു ഹിന്ദു ആയിട്ട്. അപ്പൊ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി തലേന്റെ മുകളിൽ നിന്ന് ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ വിഭാഗത്തിനെയും ആ ശരീരത്തിൽ കാണാം.
കാണാമെന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ടല്ല, വേഷം കെട്ടി നടക്കും തെരഞ്ഞെടുപ്പായാൽ. തെരഞ്ഞെടുപ്പായാല് മൂപ്പർക്കൊരു പ്രത്യേക തര മതവികാരമൊക്കെ വരാനുണ്ട്. എന്തോ ആകട്ടെ. അയാളുടെ ഇഷ്ടം. വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പല സർക്കസ് ആയിരിക്കാം. അതൊക്കെ നടക്കട്ടെ. പക്ഷേ ഹിന്ദു ഇന്ന് രാജ്യത്തുള്ള ഹിന്ദുക്കള് ഒരേ തരത്തിൽ ചിന്തിച്ചുകൊണ്ട് ഒരേ ഇതിൽ മുന്നോട്ട് പോകുമ്പോൾ അതിനെ വിഘടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മനസ്സിന്റെ ഒരു ഇത് ആലോചിച്ച് നോക്കൂ. അതിന്റെ അത്രയും പുരോഗമനമില്ലാത്ത മനസ്സായത് കൊണ്ടാണ് ആ കോൺഗ്രസ്സുകാരൻ അങ്ങനെ തോന്നുന്നത്. എങ്ങനെയും വിഘടിപ്പിച്ച് എല്ലാവരെയും വേറിട്ട് നിർത്തിക്കൊണ്ട് സ്വന്തം ഭരണം എങ്ങനെ പിടിച്ചെടുക്കാം എന്നുള്ളതാണ് ചിന്ത, അല്ലേ? കാരണം ഇവർക്ക് ഇതൊക്കെ വെളവും വയസ്സൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരും അങ്ങനെയാണല്ലോ. പണ്ടേ നമ്മളെ രാജ്യത്തിനെ വിഘടിപ്പിച്ച് 14 കഷ്ണമാക്കി ഇവിടെ പലതരത്തിലുള്ള മതവും ജാതിയും ഒക്കെ ഉണ്ടാക്കി കുറെ തല്ലും പിടിയുടെ ഒരു വിത്തുകൾ വെതറിയിട്ടാണ് ഇവിടുന്ന് ബ്രിട്ടീഷുകാർ പോയത്. ഇയാളിപ്പോ ഒരു ബ്രിട്ടീഷ് പൗരനാണെന്നൊക്കെ പറഞ്ഞ് കേസ് നടക്കുന്നു. സുബ്രഹ്മണ്യസ്വാമി വിട്ടുന്നില്ല, വയ്യാനം നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു കേസ് നടക്കുന്നത് കൊണ്ട് കേസിന്റെ വിധി വന്നാൽ അറിയാം ഇയാൾ ഏതാണെന്നുള്ളത്. നമ്മൾ ഈ പത്രത്തിലൂടെ കാണുന്നതും ടി വിയിലൂടെ കാണുന്നതും അതും വേറെ ഒരു കാര്യമുണ്ട്. നമ്മളെ രാജ്യത്തിലെ നമ്മളെ മലയാളം ടി വി ഒക്കെ ആണെങ്കിൽ അതൊന്നും ആരോടും പറയൂല. ഇയാളെ ഈ മതത്തിനെ പറ്റിയിട്ട് ഇയാളെ ജാതി ഏതാന്നൊക്കെ ഇതിനെ പറ്റിയിട്ട് ആരും പറയൂല. അപ്പൊ അതുകൊണ്ടിട്ട് അറിയാനും പറ്റില്ല. അപ്പൊ ആ ഒരു ബ്രിട്ടീഷുകാരനാണെങ്കിൽ ആ പഴയ ഒരു ബ്രിട്ടീഷ് സ്വഭാവത്തിലേക്ക് ആണോ പോകുന്നത് എന്ന് വരെ തോന്നിപ്പോകുന്നു. കാരണം ഈ മതത്തിന്റെയും ജാതിയുടെയും ഒക്കെ വിത്തുകൾ ഇവിടെ വെതറിയിട്ടിട്ട് നമ്മുടെ രാജ്യത്ത് എന്നും ഒരു അരാജകത്വം ഉണ്ടാക്കി, എന്നും ഒരു തല്ലും പിടി ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് കൈവിട്ട് മാരാം എന്ന് ശ്രമിച്ച ആൾക്കാരാണ് പഴയ ബ്രിട്ടീഷുകാര്. അവർ ഈ വിത്ത് ഇവിടെ ഇട്ടുപോയത് ഇനി ഞങ്ങൾ പോയാലും ലോകം അവസാനിക്കുന്നവരെ നിങ്ങൾ തല്ലുകൂടണം മക്കളെ എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. അപ്പം ഈ ഭരണം അങ്ങ് പോയി കഴിഞ്ഞ് അത് ഹിന്ദുവിന്റെ അടുത്തേക്ക് വരുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായത് കൊണ്ടായിരിക്കാം നമ്മുടെ പ്രതിപക്ഷ നേതാവ് പുതിയൊരു വളവുമായിട്ട് വന്നത്. എല്ലാരെയും അങ്ങോട്ടും ഇങ്ങോട്ടും വിഘടിപ്പിക്കുകയാണ്. എന്നാൽ അതൊക്കെ ചോദിക്കുന്നത് ഒരു ആസ്ഥാനത്തായി പോകുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം, ഈ പൊട്ടത്തരം പറയുമ്പോ അത് ഏറ്റെടുത്ത് ജനങ്ങൾ തമാശയാണെങ്കിലും ഈ സാധനത്തിന് ഒരു പബ്ലിസിറ്റി കിട്ടും. ജനങ്ങൾ ഇതിനെ പറ്റിയിട്ട് സംസാരിച്ചു തുടങ്ങും. അങ്ങനെ ഒരു വളവും കൂടിയുണ്ട്. എന്ത് തന്നെ എവിടെ തന്നെ പൊളിഞ്ഞു കഴിഞ്ഞാലും വീണ്ടും അത് ചോദിക്കുന്നു. അത് ഇയാൾക്ക് പഠിപ്പിച്ച് ക്ലാസ് കൊടുക്കുന്നവരുടെ ഒരു 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 ടെക്നിക്കാണ് എന്നുള്ളത് നമ്മൾ ഈ നാട്ടുകാർ ഇന്ത്യക്കാർ മനസ്സിലാക്കണം. അതൊരു ടെക്നിക്കാണ്. ഈ സാധനത്തിന് എങ്ങനെ ഒന്ന് ട്യൂൺ ചെയ്ത് കൊണ്ടുവരികയാണ്, വോളിയം ചെയ്ത് കൊണ്ടുവരികയാണ്. ഹിന്ദുവിനെയൊക്കെ പത്താക്കി നിർത്തുവാൻ എങ്ങനെയാണ് ഇതിങ്ങനെ ചോദിച്ച് നമ്മളെ മനസ്സിന്റെ അകത്തേക്ക് ഇങ്ങനെ ഒരു സാധനം, ഒരു ഇഞ്ചക്ഷൻ, ഒരു വിഷം, ഒരു പോയിസൺ ഇങ്ങനെ കയറ്റി വിടുകയാണ്. ഇറ്റ്സ് എ സ്ലോ പോയിസൺ. നമ്മളെ നമ്മളെ മസ്തിഷ്കത്തിന്റെ അകത്തേക്കാണ് കയറ്റുന്നത് ഈ കോൺഗ്രസ്സുകാരൻ. പറയുക ബി ജെ പിക്കാരാണ് വർഗീയവാദികൾ, ബി ജെ പിക്കാരാണ് ഫാസിസ്റ്റുകൾ, ബി ജെ പിക്കാർ ഹിന്ദുക്കൾക്ക് വേണ്ടി നിലനിൽക്കുന്നവരാണ്, മറ്റെല്ലാ മതങ്ങളെയും ഒന്നിനെയും നോക്കാത്തവരാണ് എന്നൊക്കെ പറയും. പക്ഷേ ഇത് ചെയ്യുന്നത് ആരാണ് എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കണം. ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വലിയൊരു സംഗതിയാണത്. ഇയാള് നിങ്ങൾ അല്ല എല്ലാവരും ഇയാളെ പൊട്ടൻ എന്നൊക്കെ വിളിക്കൂ. പക്ഷെ അതിബുദ്ധിമാനാണ്. ഉള്ളിലൂടെ അങ്ങനത്തെ സാധനം കുത്തിത്തിരിപ്പ് സാധനമൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അവരിങ്ങനെ ഇറ്റലിക്കാരൻ എല്ലാം കൂടി സംക്രമത്തിലാണല്ലോ. ഈ എന്താ പറയണ ഒരു മിക്സ്ഡ് സാധനമാണല്ലോ. അപ്പൊ ഓനിങ്ങനെ പലതും ഉണ്ടാക്കാം, പലതും പറയാം. പക്ഷെ ഇത് കേട്ട് നമ്മളെ ഹിന്ദുക്കൾ ആരും, ഈ SC ST ആയാലും ശരി, OBC ആയാലും ശരി, ആരും തന്നെ ഇതൊന്നും കേട്ട് വിഘടിക്കാൻ നിൽക്കല്ലേ. ഇവരുടെ ഒന്നും ഈ ഇതിപ്പോ കേട്ടുകൊണ്ട് നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവരുന്ന നമ്മളെ സനാതന ധർമ്മത്തിനെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കായി പോകരുതുമേ എന്നാണ് നമുക്ക് പറയാനുള്ളത്. BJP എന്ന് പറയുന്ന പ്രസ്ഥാനം ഒരു പ്രസിഡന്റിനെ, നമ്മൾ മുസ്ലിം പ്രസിഡന്റിനെ ആക്കിയത് നമ്മളാണ്. നമ്മളെന്ന് പറഞ്ഞാൽ BJP ആണ് ആക്കിയത്. വാജ്പേയി ഭരിക്കുന്ന കാലത്താണ് ആദ്യമായിട്ട് ഒരു മുസ്ലിമിനെ, അബ്ദുൽ കലാമിനെ നമ്മൾ പ്രസിഡന്റ് ആക്കിയത്, അല്ലേ?
അപ്പൊ നമുക്ക് ജാതീയത ഉണ്ടോ? നമുക്ക് അവിടെ വർഗീയതയുണ്ടോ? നമ്മൾ യഥാർത്ഥ ഭാരതീയ മുസ്ലിമിനെ അംഗീകരിക്കുന്ന ആൾക്കാരാണ് ബി ജെ പിക്കാരെന്നാണ് അവിടെ പറയുന്നത്. അങ്ങനെയാണ് അവിടെ കാണുന്നത് അല്ലേ? അത് കഴിഞ്ഞ് നമ്മൾ തന്നെയാണ് ഈ രാം ഗോവിന്ദ് ഇയാളെ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ പിന്നോക്ക വിഭാഗത്തിൽ നിൽക്കുന്ന പ്രസിഡന്റിനെ നമ്മളാക്കിയില്ലേ? അയാളെ നമ്മൾ ആക്കി, അയാൾ 5 കൊല്ലം ഭരിച്ചിട്ട് ഇന്ത്യൻ പ്രസിഡന്റ് ആയി ഇരുന്നു കൊണ്ടാണ് അയാൾ പോയത്. അത് കഴിഞ്ഞ് ഒരു ആദിവാസി സ്ത്രീയെ ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞാൽ അതല്ലേ? മുർമുവിനെ പ്രസിഡന്റ് ആക്കിയില്ലേ? ഇതൊക്കെ ഇവരാരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇവരുടെ പ്രസ്ഥാനം ഇവിടെ 2014 വരെ ഭരിച്ചില്ലേ? അതിനിടയിലൊക്കെ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ 78 വർഷത്തിന്റെ ഇടയിൽ 60 വർഷത്തോളം ഇവർ ഭരിച്ചില്ലേ? അതിനിടയിൽ ചില കോൺഗ്രസ് ഇതര ഭരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ബാക്കിയുള്ള ഭരണങ്ങളൊക്കെ ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ ഭരിച്ചത് ഇവര് തന്നെയല്ലേ? 78 വർഷത്തിൻ്റെ ഉള്ളില് അന്നൊന്നുമില്ലാത്ത SC ST OBC പ്രേമം. ഇന്ന് ഭരിക്കുന്നവർക്ക് ഈ പ്രേമമുണ്ട് എന്നുള്ളതിന്റെ എല്ലാം ഒരു തെളിവാണ് ഈ മുർമുവിനെയും ഗോവിന്ദ് സാറിനൊക്കെ പിന്നെ പ്രസിഡന്റ് ആക്കിയത്. ഈ ആദിവാസിയാക്കിയത് ഒരു സ്ത്രീയെ കൂടി ആക്കി എന്നുള്ള ഒരു പ്രത്യേകത നമുക്ക് അവിടെ ഉണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവരാണ് ഇന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരോടാണ് ഈ വെല്ലുവിളിയും ചോദ്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ജി വരുന്നത്. ഏതായാലും നടക്കട്ടെ, നല്ലൊരു കാര്യമാണ്. പക്ഷെ നിങ്ങളിപ്പോ രാജിവെച്ചല്ലോ, വയനാട്ടുകാരെ പൊട്ടന്മാരാക്കി, വയനാട്ടുകാരെ എല്ലാവരെയും വിഡ്ഢികളാക്കിക്കൊണ്ട് രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയായിട്ട് ഞാനാണ് വരാൻ പോകുന്നത്, വയനാട്ടിന്റെ ഒരു പ്രധാനമന്ത്രി ഇതാ ഇന്ത്യ രാജ്യത്തിൽ വരാൻ പോകുന്നു എന്നുള്ള ഒരു കിംവദന്തി പരത്തി അവിടെയുള്ള എല്ലാവരെയും പൊട്ടന്മാരാക്കി. ന്യൂനപക്ഷത്തിന് പ്രത്യേകിച്ച് 43% വരുന്ന മുസ്ലിം സമുദായത്തിനെയും 12% വരുന്ന ക്രിസ്ത്യൻ സമുദായത്തിനെയും എല്ലാവരെയും പറ്റിച്ച് അതിന്റെ കൂട്ടത്തിൽ കുറച്ച് മറ്റുള്ള പിന്നെ ഭൂരിപക്ഷ വിഭാഗത്തിനെയും പറ്റിച്ചുകൊണ്ട് വലിയൊരു വോട്ട് വാങ്ങിക്കൊണ്ട് വിജയിച്ചിട്ട് അങ്ങോട്ട് പോയപ്പോ അനിയത്തിക്ക് ഒരു സീറ്റില്ല. അനിയത്തിക്ക് സീറ്റില്ല. അപ്പം അവരെയും കൂടി ഇതിന്റെ അകത്തേക്ക് ഒന്ന് കയറ്റി കൊണ്ടുവരണം. അപ്പൊ അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു രാജിവെക്കല്, അതിനുവേണ്ടി ഈ സീറ്റ് രാജിവെച്ചുകൊണ്ട് വേറൊരു സ്ഥലത്ത് മത്സരിച്ചു. അവിടെയും ജയിച്ചിട്ടോ, ജയിച്ചിട്ടില്ല എന്നും പറയണ്ട. 1 ലക്ഷം തരാ, 2 ലക്ഷം തരാ, കട്ടാക്കട്ട് 8,000 ഉറുപ്പ്യ എല്ലാ മാസവും എല്ലാവരും അക്കൗണ്ടിലേക്ക് കട്ടാക്കട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പൈസ വരും എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ പൊട്ടനാക്കിക്കൊണ്ട് വിജയിച്ചു. പക്ഷേ എനിക്ക് പറയുവാനുള്ളത്, നിങ്ങൾക്ക് ഈ ST-കാരോടും OBC-കാരോടും SC ST OBC-കാരോടൊക്കെ ഈ പ്രേമം ഉണ്ടെങ്കിൽ, ആ പ്രേമം യാഥാർത്ഥ്യമാണെങ്കിൽ ഈ വയനാട്ടില് നല്ല വലിയൊരു ശതമാനം കാടിന്റെ മക്കളായ ആദിവാസി മക്കൾ ജീവിക്കുന്നുണ്ട്. അവരെ ആരെയെങ്കിലും തെരഞ്ഞെടുപ്പിനൊന്ന് സ്ഥാനാർത്ഥിയാക്കാൻ പറ്റുള്ളി? നിങ്ങൾക്ക് പറ്റുമോ? നിങ്ങൾ മാതൃക കാണിക്കേണ്ടത് അങ്ങനെയാണ്. നരേന്ദ്രമോദിയെ വെല്ലുവിളിച്ചിട്ടോ BJP സർക്കാരിനെ വെല്ലുവിളിച്ചിട്ടോ അവിടെ പിന്നെ സൗന്ദര്യ മത്സരത്തിൽ SC ഉണ്ടോ ST ഉണ്ടോ OBC ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് തലകുത്തനെ നിന്നിട്ടല്ല നിങ്ങൾ കാണിക്കേണ്ടത്. നിങ്ങൾക്ക് മാതൃക കാണിക്കുവാൻ വേണ്ടി നിങ്ങളെ മുന്നിൽ ഒരു അവസരം വന്നിരിക്കുകയാണ്. ഈ അവസരം നിങ്ങളെ പെങ്ങൾക്ക് കൊടുക്കാതെ നിങ്ങൾക്ക് അവിടെ മത്സരിക്കാനുള്ള സാധിക്കുമോ? ആദിവാസിയെ മത്സരിപ്പിക്കുവാൻ കോൺഗ്രസിന് സാധിക്കുമോ? കോൺഗ്രസിന്റെ മറ്റേത് സ്ഥാനാർത്ഥികളോടൊന്ന് മാറി നിൽക്കാൻ പറയുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ? അവിടെ പഞ്ചായത്ത് മത്സരം ഉണ്ടാവാറുണ്ട്, മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് കാര്യങ്ങൾ മത്സരങ്ങൾ ഒക്കെ കൽപ്പറ്റയും സുൽത്താൻ ബത്തേരി ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ഈ സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക്
ഈ പറയുന്ന വിഭാഗത്തിനെ മത്സരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുവരാൻ ഇതുവരെ കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ടോ? ബി.ജെ.പിക്കാർക്ക് ചിലപ്പോൾ സാധിച്ചെന്ന് വരും. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും സാധിച്ചെന്ന് വരും. പക്ഷെ നിങ്ങൾക്ക് സാധിക്കുമോ? നിങ്ങളാണല്ലോ ഇത് പറഞ്ഞു നടക്കുന്നത് ഇപ്പൊ. അപ്പൊ ഒന്ന് സാധിക്കുമെങ്കിൽ, ധൈര്യമുണ്ടെങ്കിൽ, ധീരനാണെങ്കിൽ, ഈ പറയുന്ന സംഗതി കപടമല്ലെങ്കിൽ, അവരോട് യഥാർത്ഥമായ പ്രേമമാണ് നിങ്ങൾക്കുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കാണിക്കണം. ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് അതാണ്. രാഹുൽജി, പ്രതിപക്ഷ നേതാവേ, നിങ്ങൾ ഒഴിഞ്ഞ സീറ്റിലേക്ക് നിങ്ങളൊരു ആദിവാസി വനിതയെയോ ആദിവാസി ആണുങ്ങളെയോ ആരായാലും വേണ്ടില്ല, നിങ്ങളെ പെങ്ങളോടും മാറി നിൽക്കാൻ പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് ഇതാ, ഞങ്ങളിതാ ഒരു ആദിവാസിയെ ഇവിടെ മത്സരിപ്പിച്ചുകൊണ്ട് ഇവിടെ കോൺഗ്രസിന്റെ ഒരു പുതിയ മുഖം ഇവിടെ തുറക്കാൻ പോവുകയാണ്. SC ST പ്രേമം ഞങ്ങൾ ഇവിടെ തുറന്ന് കാണിക്കാൻ പോവുകയാണ്. BJPയെ ഞങ്ങൾ വെല്ലുവിളിക്കാൻ പോകുകയാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ വരുന്ന ബൈ ഇലക്ഷനിൽ നിങ്ങൾക്കത് സാധിക്കുമോ? സാധിക്കണം. നിങ്ങൾ ഈ പറയുന്നത് യാഥാർത്ഥ്യമാണെങ്കിൽ സാധിക്കണം. അതൊന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരണം. കേരളീയർക്ക് കാണിച്ചു തരണം. ഇത്ര മാത്രമേ ഈ ഇതിൽ പറയുന്നുള്ളൂ. നമുക്ക് ഇനിയും കാണാം. രാഹുലിന്റെ ഈ പ്രേമം ഇനിയും നമ്മൾക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ കാണാനുണ്ട്. അതൊക്കെ യാഥാർത്ഥ്യമാണോ എന്ന് ജനങ്ങൾ ഇനിയും വിലയിരുത്തണം. അപ്പോഴൊക്കെ നമുക്ക് ഇങ്ങനെ വന്ന് സംസാരിക്കാം. ഇപ്പൊ തൽക്കാലം ഞാൻ വിടവാങ്ങുന്നു. നമസ്കാരം.